തിരുവനന്തപുരം അട്ടക്കുളങ്ങരയിൽ ഗവൺമെന്റ് സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീണ സംഭവത്തിൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കും. തുടർന്ന് വിദ്യാഭ്യാസ മന്ത്രിക്ക് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഈ റിപ്പോർട്ട് കൈമാറും. സംഭവത്തിൽ ഉന്നതതല അന്വേഷണം വേണമെന്ന് നഗരസഭാ മേയർ വി രാജേഷ് ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകുന്നേരമാണ് അട്ടക്കുളങ്ങര സ്കൂളിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്ന ഭാഗത്തെ മേൽക്കൂര തകർന്നു വീണത്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരും. ഡാന്, ഭാഗ്യം കൊണ്ടാണ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകാതിരുന്നത്. സ്കൂൾ പ്രവർത്തന ദിവസമായിരുന്നു ഇന്നലെ. ആ സമയത്ത് ഈ സ്കൂൾ പ്രവർത്തന സമയങ്ങളിൽ എപ്പോഴെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം ഗുരുതരമായേനെ. ഇതൊരു അനാസ്ഥയാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കൃത്യമായ ഫിറ്റ്നസ് പരിശോധനകളും മറ്റും നടത്തിയാണല്ലോ സ്കൂളുകൾക്ക് ഇത്തരത്തിൽ ഫിറ്റ്നസ് നൽകുന്നത്. പരിശോധനകളും മറ്റും ഉണ്ടാകും. സ്വാഭാവികമായും ബലപരിശോധന സംഭവിക്കും. ഇത് 2020-ൽ പുതുക്കിപ്പണിഞ്ഞ ഒരു കെട്ടിടം കൂടിയാണ് ഇത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഗുരുതരാവസ്ഥ വ്യക്തമാകുന്നത്. എന്താണ് വിവരം? 3 കോടി രൂപ ചെലവിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പണി പൂർത്തിയാക്കിയ കെട്ടിടങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നതാണ് അട്ടക്കുളങ്ങര ഗവൺമെൻറ് സ്കൂളിൻ്റെ ഈ പ്രധാനപ്പെട്ട ഭാഗം. ഇവിടെയാണ് ഇന്നലെ വൈകുന്നേരം 5:30 ഈ കെട്ടിടത്തിൻ്റെ മേൽക്കൂരയാണ് തകർന്ന് താഴേക്ക് പതിച്ചത്. അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഈ പരിസരത്ത് തന്നെ ചിതറിക്കിടപ്പുണ്ട്. നമുക്കറിയാം, സ്കൂൾ സമയം അവസാനിച്ച് ജീവനക്കാരൊക്കെ വീടുകളിലേക്ക് മടങ്ങിയതിനാൽ മാത്രമാണ് അതൊരു അപകടത്തിലേക്ക് നയിക്കാതിരുന്നത്. 30ഓളം പേർ ഈ ഓഫീസുകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഭാഗ്യം കൊണ്ടവർ രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. അതേസമയം ഈ അപകടത്തിലേക്ക് നയിച്ചതിൻ്റെ കാരണം എന്താണ് എന്നതിനെ സംബന്ധിച്ച് ആരോപണ പ്രത്യാരോപണങ്ങളുമായി മുൻ വിദ്യാഭ്യാസ മന്ത്രിയും നിലവിലെ കോർപ്പറേഷനും അധികൃതരുമൊക്കെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. മേയർ വി രാജേഷ് ഇന്നലെ സ്ഥലം സന്ദർശിച്ച ശേഷം രൂക്ഷമായ വിമർശനമാണ് മുൻ വിദ്യാഭ്യാസ മന്ത്രിക്കും വകുപ്പിനുമെതിരെയൊക്കെ ഉന്നയിച്ചത്. കാരണം 3 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഈ കെട്ടിടം എങ്ങനെ കാലപ്പഴക്കം ചെല്ലുന്നതിന് മുമ്പ് ഇങ്ങനെ തകർന്നു വീണു? അപ്പം നിർമ്മാണത്തിൽ അനാസ്ഥയുണ്ടായിട്ടുണ്ട്. അത് സംബന്ധിച്ച് വിശദമായ പരിശോധന വേണമെന്ന ആവശ്യമൊക്കെയാണ് മേയർ മുമ്പോട്ട് വെച്ചത്. അതോടൊപ്പം കോർപ്പറേഷൻ ഈ കെട്ടിടത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ല എന്ന മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ല എങ്കിൽ പിന്നെ എന്തിനാണ്, പിന്നെ എങ്ങനെ ഇതിവിടെ പ്രവർത്തന സജ്ജമായി? അല്ലെങ്കിൽ ഇത് കുട്ടികൾ ഇവിടേക്ക് എത്തിയിരുന്നില്ല എങ്കിലും പിന്നെ ഇത് എങ്ങനെ പ്രവർത്തന സജ്ജമായി എന്ന ഒരു വലിയ ചോദ്യം കൂടി ഉയരുന്നുണ്ട്. ഇപ്പോഴും ഓടുകൾ ഇളകിയ നിലയിൽ തന്നെയാണ്. വശങ്ങളിലൊക്കെ നമുക്ക് കാണാം. കനത്ത മഴയൊന്നും പെയ്യുന്നില്ലായിരുന്നു ആ സമയത്ത്. പിന്നെ എങ്ങനെയാണ് സാധാരണ മഴ പെയ്ത് എന്തെങ്കിലും വലിയ ഒരു പ്രതിസന്ധികളിലേക്ക് നീങ്ങുമ്പോഴാണ് കെട്ടിടത്തെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്കൊക്കെ അത് മാറുന്നത്. പക്ഷേ അങ്ങനെ ഒരു മഴ ഇന്നലെ രാത്രി പെയ്തിട്ടില്ല. അപ്പോൾ എന്താണ് ഇതിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ വിശദമായ അന്വേഷണം വേണം. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ ഒരു അന്വേഷണ റിപ്പോർട്ട് ഇന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് കൈമാറും. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അത് വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീനെ കൈമാറും. അതിനുശേഷമായിരിക്കും ഇതിൽ തുടർ നടപടികൾ എന്ത് വേണമെന്ന കാര്യത്തിൽ കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് എത്തുക. എന്തായാലും ഈ നിർമ്മാണത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള അനാസ്ഥ സംഭവിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം നടക്കുമെന്നാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന സൂചന. അത് ഈ കൃത്യമായ അനാസ്ഥയാണ്, സംശയമില്ലല്ലോ ഡാന്. കാരണം 2020-ൽ ഈ പറഞ്ഞ അറ്റകുറ്റപ്പണി കോടിക്കണക്കിന് രൂപ മുടക്കുന്നു, എന്നിട്ടും അത് സംരക്ഷിക്കാനാവുന്നില്ല ആ കെട്ടിടം. ഇന്നലെ പകൽ തകരാതിരുന്നത് വലിയ ഭാഗ്യമായി എന്ന് വേണം കരുതാൻ. ഇപ്പോൾ രാഷ്ട്രീയമായും ഇതൊരു പ്രത്യാരോപണങ്ങൾക്ക് നേരത്തെ ഡാൻ പറഞ്ഞ പോലെ കാരണമായിട്ടുണ്ടല്ലോ. മുൻ വിദ്യാഭ്യാസ മന്ത്രി എന്താണ് പറയുന്നത്? കോർപ്പറേഷൻ മേയറുടെ മറുപടി എന്താണ്? കൗൺസിലർമാർ അടക്കം ഈ വിഷയത്തിൽ രംഗത്ത് വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. സംസ്ഥാന സർക്കാരാണല്ലോ ഇനിയിപ്പോൾ നടപടി ഈ വിഷയത്തിൽ സ്വീകരിക്കുകയും ചെയ്യേണ്ടത്. അതായത് എന്താണ് ഇതിൽ സംഭവിച്ചത് എന്ന കാര്യത്തിൽ കൃത്യമായൊരു അന്വേഷണം വേണമെന്ന നിലപാടിലേക്ക് മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും എത്തിയിട്ടുണ്ട്. അദ്ദേഹം വാർത്താക്കുറിപ്പിലൂടെയാണ് ഈ വിവാദങ്ങളോട് ഇന്നലെ പ്രതികരിച്ചത്. ഇതിൽ വിശദമായ അന്വേഷണം നടത്തണം. ഇത് കൃത്യമായി അന്ന് പ്രത്യേക സഹായം നൽകി നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടത്തിൻ്റെ ഭാഗങ്ങളാണ് ഇന്നലെ ഈ മേൽക്കൂര തകർന്നു വീണ ഭാഗത്ത് ഉൾപ്പെടുന്നത്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്താണ് ദുരൂഹത, അതെന്താണ് അങ്ങനെ സംഭവിക്കാനിടയായ സാഹചര്യം എന്താണ്, അതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതേസമയം നഗരസഭയാണ് ഒരുപക്ഷെ അതിനെ രാഷ്ട്രീയമായി ആയുധമാക്കിയതെന്ന് വേണം പറയാൻ. 3 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച് ഏതാനും വർഷങ്ങൾ മാത്രമായ ഒരു കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം അപ്രതീക്ഷിതമായി പെട്ടെന്ന് തകർന്നു വീണിട്ടുണ്ടെങ്കിൽ അത് നിർമ്മാണത്തിലെ അനാസ്ഥയാണ്. അപ്പോൾ എന്ത് തരത്തിലുള്ള നിർമ്മാണമാണ് ഈ 3 കോടി രൂപ ചെലവിൽ ഇവിടെ നടന്നത് എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട് അന്നത്തെ വകുപ്പ് എന്നാണ് മേയർ വി രാജേഷ് പ്രതികരിച്ചത്. അത് ഒരു CPM BJP തർക്കമായി
മാറുന്ന തരത്തിലേക്ക്, ഒരു രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് വഴിവെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നു എന്ന് വേണം വ്യക്തമായി പറയാൻ. എന്തായാലും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് ലഭിക്കുന്ന റിപ്പോർട്ട് ഏത് തരത്തിലാകും, ഇങ്ങനെയൊരു അപകടത്തിലേക്ക് അല്ലെങ്കിൽ ഈ മേൽക്കൂര തകർന്നു വീഴുന്ന സാഹചര്യത്തിലേക്ക് നയിച്ചത് എന്താണ്, അങ്ങനെ ഒരു ബലക്ഷയം ഉണ്ടാകാനുള്ള കാരണം എന്താണ്, ഇതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ പരിശോധന നടക്കും. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളൊക്കെ ഇന്നലെ തന്നെ ആരംഭിച്ചിട്ടുമുണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് ഈ രാഷ്ട്രീയമായി ഉയർന്നു വരുന്ന വിമർശനങ്ങൾ അത് ഏത് തരത്തിൽ ഈ അട്ടക്കുളങ്ങര സ്കൂളുമായി ബന്ധപ്പെട്ട് അത് ഏത് തരത്തിൽ തുടർ നീക്കങ്ങളിലേക്ക് കിടക്കും, അതിനോട് മുൻ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ വി ശിവൻകുട്ടി എന്ത് മറുപടി നൽകും ബി.ജെ.പിയുടെ ഈ ആരോപണങ്ങൾക്ക് എന്നതൊക്കെയാകും ഇനി രാഷ്ട്രീയമായി ഇതിനെ ചർച്ചകളിൽ സജീവമാക്കാൻ പോകുന്നു. തീർച്ചയായും അട്ടക്കുളങ്ങര സ്കൂൾ ഇന്നലെ ഉണ്ടായ വലിയൊരു അപകടം അത് വലിയ ചർച്ചയായിട്ടുണ്ട്. തലസ്ഥാനത്ത് രാഷ്ട്രീയ പോരിന് അത് കളമൊരുക്കിയിട്ടുണ്ട് എങ്കിൽ പോലും ഇതിൻ്റെ യാഥാർത്ഥ്യം ഗൗരവതരമാണ്. കോടികൾ മുടക്കി പുതുക്കിപ്പണിഞ്ഞ ഒരു കെട്ടിടം കൂടിയാണ് ഇത്തരത്തിൽ തകർന്നു വീണത് എന്നുള്ളത് അതിൻ്റെ ഗൗരവം വല്ലാതെ വർദ്ധിപ്പിക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഇന്നും ഒക്കെ സ്കൂൾ തുറന്ന് പ്രവർത്തിക്കേണ്ട ദിവസമാണ്, സംശയമില്ല. പക്ഷേ ഈ കെട്ടിടത്തിൻ്റെ തകർച്ച വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ജീവനക്കാരെയും ഒക്കെ വലിയ ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.